ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 2 ഉരുളക്കിഴങ്ങ് ഞാൻ മീഡിയം സൈസിലാണ് എടുത്തേക്കുന്നത്. ഇതുപോലൊന്ന് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 ചെറിയ ഉള്ളിയാണ് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിന് പകരം ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താലും മതിയാവും. കുറച്ച് കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് വാടി തുടങ്ങിയപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടാറ്റോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5-10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളുടെ വേവൊക്കെ നമ്മൾ അരിഞ്ഞു കൊടുത്ത കഷ്ണങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതേ മൊത്തത്തിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊട്ടാറ്റോസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാവുന്നതാണ്. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ അതേ മെഴുക്ക് പുരട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊട്ടാറ്റോ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കഴിക്കാൻ മടിയാണ്, പേടിയാണ്. ചിലരിൽ ഇതൊരു ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ. പക്ഷെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തതുപോലെ കുറച്ച് ചെറിയ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്.